അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ സാലഡ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് ഞാനിവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് 2 പീസാക്കിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് പാടുണ്ടെങ്കിൽ ചിക്കൻ്റെ ബോൺലെസ് ആയിട്ടുള്ള പീസ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് മാരിനേറ്റ് ചെയ്താലും മതിയാവും. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ 2 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ഒന്ന് റാപ്പിംഗ് പേപ്പറിലൊന്ന് പൊതിഞ്ഞ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ചിക്കൻ്റെ പീസ് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. 2 പീസും ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചിക്കൻ്റെ പീസ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കത്തി കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തതിൽ ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സാലഡ് തയ്യാറാക്കുമ്പോഴത്തേക്കും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൽ അടച്ച് നമുക്ക് 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് ഒരു ഫ്രൈ പാനിൽ 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. വെരി ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഒരു ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ ചിക്കൻ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നീളത്തിനോ ക്യൂബ്സായിട്ടോ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്യൂബ്സായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സാലഡ് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും എടുക്കാവുന്നതാണ്. ഞാനിവിടെ വെജിറ്റബിൾസ് എല്ലാം ക്യൂബ്സ് ആക്കിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഓരോ ബൗൾ വീതം ഒലിവ്, ക്യാരറ്റ്, അതുപോലെ തന്നെ കുക്ക് ചെയ്തെടുത്ത സ്വീറ്റ് കോൺ, ക്യുക്കമ്പർ, ഓണിയൻ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുത്ത് അതിലേക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കിയുള്ള പെപ്പർ പൗഡർ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്